നെക്സ്റ്റ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 28. പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ ഏതിലാണ് സ്വയം കേന്ദ്രീകൃത അവസ്ഥ കുട്ടികളിൽ രൂഢമൂലമാകുന്നത്? ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ബൈ പിയാഷെ ഈഗോസെൻട്രിസം ഈസ് ഡീപ്ലി കോൺസെൻട്രേറ്റഡ് അമംഗ് ചിൽഡ്രൻ? വിച്ച് വൺ? പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണ് കേട്ടോ. ബി. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഓർ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണെന്ത് സ്വയം കേന്ദ്രീകൃത അവസ്ഥ രൂപപ്പെടുന്നത്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടീച്ചർമാർ ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നൽകാറുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഗ്രൂപ്പ് രൂപീകരണമാണ് ഫലപ്രദമായ പഠനത്തിന് അനുയോജ്യമല്ലാത്തത്? 2 പേരുടെ ഗ്രൂപ്പാണോ, 3 പേരുടെ ഗ്രൂപ്പാണോ, 5 ആണോ, ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ചേർന്ന ഗ്രൂപ്പാണോ? എല്ലാ കുട്ടികളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ? ഇല്ല. അതാണ് എൻ്റെ കറക്റ്റ് ആൻസർ. ടീച്ചേഴ്സ് ഓൾവേസ് ഗിവ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആസ് എ പാർട്ട് ഓഫ് ലേണിംഗ് ഇൻ ദ ക്ലാസ് റൂം. വിച്ച് ഗ്രൂപ്പ് ഫോർമേഷൻ ഈസ് ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ഫ്രൂട്ട്ഫുൾ ലേണിംഗ്? ഏതാ? ഓൾ സ്റ്റുഡൻസ് ഇൻ വൺ ഗ്രൂപ്പ്. അത് ശരിയാകത്തില്ല. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സൈക്കോളജി. വീട്ടിലെ മാലിന്യങ്ങൾ അയലത്തെ പുരയിടത്തിലേക്ക് വലിച്ചെറിയുന്ന സഹോദരിയോട് അമൻ പറഞ്ഞു, ഇത് ശരിയല്ല, നമ്മുടെ വേസ്റ്റുകൾ നമ്മൾ തന്നെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യണം. അതാണ് ശരിയായ രീതി. അമൻ്റെ ഈ നീതിബോധം കോൾബർഗിൻ്റെ ഏത് നൈതിക വികാസഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 3 വികാസഘട്ടങ്ങളുണ്ട് കോൾബർഗിന്. അതിലെ നീതിബോധം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്? യാഥാസ്ഥിതിക സദാചാരഘട്ടം. അമൻ told his sister who was throwing waste to the neighboring plot, this is not a decent way. We should dispose our waste safely. That's morally needed. The morality of Amen is related to which stage of morality proposed by Kohlberg? Morality of Amen. Which one? B. Conventional morality stage.